Yes, we have our question here on the board. നമുക്കൊരു കാൻഡിലിവർ ആണുള്ളത്. കാൻഡിലിവറിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കപ്പിൾ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഈ കാൻഡിലിവറിൽ ABCD എന്ന് പറയുന്ന പോയിന്റ്സിലെ സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണം. അതാണ് ചോദ്യം. എങ്ങനെ? മെക്കോളൈസ് മെത്തേഡ് യൂസ് ചെയ്ത് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് കാൻഡിലിവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്. അപ്പൊ ഈ ഫിക്സ്ഡ് എൻഡിൽ ഒരു പ്രത്യേകതയുണ്ട്. ഫിക്സ്ഡ് എൻഡില് അറ്റ് ഫിക്സഡ് എൻഡ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 0, ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം ഈസ് ഈക്വൽ ടു എ മാക്സിമം വാല്യൂ. അപ്പൊ നമുക്ക് അതാണ് കാൻഡിലിവറിന്റെ കേസിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കാനുള്ളത്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് നമ്മൾ ഈ പോയിന്റിലേക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ടാസ്ക് നമുക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ഇപ്പൊ ഇവിടെ കുറെ കപ്പിൾസ് ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു നെറ്റ് എഫക്റ്റ് ആയിരിക്കും ഈ പോയിന്റ് എയിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു കാൻഡിലിവർ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്താൽ ആ ഫിക്സഡ് സപ്പോർട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും AY, ഇത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ AX. ഇത് കൂടാതെ തന്നെ ഈ പോയിന്റ് എയിൽ മറ്റൊരാളും കൂടി ഉണ്ട്. അതായത് മൊമെന്റ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു മൊമെന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഡയറക്ഷൻ നമുക്കിപ്പോൾ അറിയത്തില്ല. അതിന്റെ ഡയറക്ഷൻ നമുക്കത് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനിയും ഇതിനെ എങ്ങനെ നമുക്ക് ഈ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാമെന്ന് നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഇത് നമ്മുടെ കാൻഡിലിവർ പോയിന്റ് A ആയിരുന്നു. അപ്പൊ ഈ കാൻഡിലിവറിന്റെ ഈ പോയിന്റ് എയിൽ കൂടി നമ്മൾ ഒരു സെക്ഷൻ ഇസഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ മൊമെന്റ് ഒക്കെ ഇവിടെ കാണിക്കാം. ആദ്യത്തെ മൊമെന്റ് എന്ന് പറയുന്നത് 300 കിലോന്യൂട്ടൺ മീറ്റർ. അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. പിന്നീടുള്ള മൊമെന്റ് എന്ന് പറയുന്നത് 200 ക്ലോക്ക് വൈസ് ഉണ്ട്. പിന്നീടുള്ള മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതും കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അത് 80 ഉണ്ട്. അപ്പൊ ഈ പോയിന്റിലെ മൊമെന്റ് ഞാൻ തൽക്കാലം MA എന്ന് എടുക്കുകയാണ്. ഇനി ഞാൻ എന്റെ ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. സമ്മേഷൻ ഓഫ് ദ മൊമെന്റ് ഈക്വൽ ടു 0 എന്ന് ഞാൻ കൊടുക്കാൻ പോവാണ്. സമ്മേഷൻ ഓഫ് ദ മൊമെന്റ് ഈക്വൽ ടു 0 വരും. സമ്മേഷൻ എബൌട്ട് പോയിന്റ് A ഈക്വൽ ടു 0 എന്ന് ഞാൻ എടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ എടുക്കുമ്പോൾ ഈ പോയിന്റില് മൊമെന്റ് MA ആണ്. MA സെക്ഷന്റെ റൈറ്റ് സൈഡിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. സെക്ഷന്റെ റൈറ്റ് സൈഡില് കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെന്റ് വരുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്? +300. ഇപ്പൊ സെക്ഷന്റെ റൈറ്റ് സൈഡിൽ ഒരു ക്ലോക്ക് വൈസ് ഉണ്ട്, അവൻ -200. സെക്ഷന്റെ റൈറ്റ് സൈഡിൽ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് ഉണ്ട്, അവൻ +80. കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഇവിടെ സൈൻ കൺവെൻഷൻ എഴുതാണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ്, ക്ലോക്ക് വൈസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്, ടുവേർഡ്സ് റൈറ്റ് ഓഫ് ദ സെക്ഷൻ. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ MA വാല്യൂ നമുക്ക് എന്നാ വരുമെന്ന് നോക്കാം. അപ്പൊ -300 +200 -80 എന്ന് വരും. അപ്പൊ ഇവിടെ ഒരു -100 -80. അപ്പൊ ഇത് -180 കിലോന്യൂട്ടൺ മീറ്റർ എന്നാണ് വന്നിരിക്കുന്നത്. ഈ മൈനസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്ലോക്ക് വൈസ് എന്നാണ് മൈനസ് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 കിലോന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ്. അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ മൊമെന്റ് അറ്റ് A നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പൊ ഞാൻ ഈ സെയിം ഡയഗ്രാം ഒന്ന് താഴെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ തന്നെ മോഡിഫിക്കേഷൻ വരുത്താം നമുക്ക്. ഈ കാൻഡിലിവർ ഇരിക്കുന്ന ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഞാൻ കാണിക്കുന്നത് ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് കാണിച്ചിട്ടുണ്ട്. അത് 180 കിലോന്യൂട്ടൺ മീറ്റർ ആണ് പോയിന്റ് എയില് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്. ഇനി മെക്കോളൈസ് മെത്തേഡിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ സാധിക്കും. വേറെ സപ്പോർട്ട് റിയാക്ഷൻസ് ഒന്നും തന്നെ ഇവിടെ കണ്ടുപിടിക്കാനായിട്ടില്ല. അപ്പോൾ ഇത് പോയിന്റ് എയിലുള്ള ഒരു റിയാക്ഷൻ ആണ്. റിയാക്ഷൻ ഫോർ ദ ഗിവൺ കപ്പിൾസ്. ആ കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക.
ഇനി മെക്കോളേഴ്സ് മെത്തേഡ് അനുസരിച്ച് നമുക്ക് ചെയ്യുമ്പോൾ ഇക്വേഷൻ വരുന്നത്, ഇക്വേഷൻ ഫോർ ഇലാസ്റ്റിക് കർവ് EI into d square y by dx square is equal to moment ആണ്, moment about a section xx. അപ്പൊ അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എങ്ങനെ സെക്ഷൻ എടുക്കാമെന്ന് നോക്കാം. നമ്മുടെ ഫിക്സ് പോയിന്റ് എവിടെയാന്ന് നോക്കാം. ഫ്രം ദ ഫിക്സ് പോയിന്റ് കൺസിഡർ എ സെക്ഷൻ containing maximum loads at a distance x. ഇതാണ് നമുക്കിപ്പോൾ ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇവന്റെ പോയിന്റ് ഇതാണ്, എ എന്ന് പറഞ്ഞ പോയിന്റ്. അവിടെ 180 ഉണ്ട്, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 300 ഉണ്ട്, പിന്നെ വരുമ്പോൾ ഇവിടെ 200 ഉണ്ട്, പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ 80 ഉണ്ട്, 80 കിലോ ന്യൂട്ടൺ മീറ്റർ. പോയിന്റ്സ് എ ബി സി ഡി മാർക്ക് ചെയ്തു. ഓക്കെ, ഫൈൻ. ഇനി ഞാനിവിടെ ഒരു സെക്ഷൻ ആണ് എടുക്കുന്നത്. സെക്ഷൻ XX കൺസിഡർ ചെയ്യാണ്. ശ്രദ്ധിച്ചോളൂ, ഇവിടെ പോയിന്റ് എയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് മാറി എനിക്കൊരു സെക്ഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് എന്തുണ്ട്, മാക്സിമം ലോഡ്സ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സാധാരണ മെക്കോളേഴ്സ് മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് പോയിന്റിലെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ നമ്മൾ ആ ലാസ്റ്റ് പോയിന്റിലെ റിയാക്ഷൻ നമ്മൾ ഒഴിവാക്കിയിരുന്നു. സിമിലർലി അതുപോലെ തന്നെ ഇവിടെയും ലാസ്റ്റ് പോയിന്റിൽ ഒരു കപ്പിൾ ഉണ്ട്, അതിനെ അങ്ങ് ഒഴിവാക്കി അതിന്റെ തൊട്ട് പുറകിൽ നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു. എന്നിട്ട് മാക്സിമം ലോഡ്സ് ഈ സെക്ഷൻ വരെയുള്ള നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ എത്ര മൊമെന്റ് ഉണ്ട് എന്ന് നോക്കാം. നമുക്ക് ഇവിടെ പോയിന്റ് എയിലുണ്ട്, ബിയിലുണ്ട്, സിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം നോക്കാൻ പോവാണ്. അപ്പോൾ മൊമെന്റ് അബൌട്ട് XX ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് കപ്പിൾ വരുന്ന കേസാണ്. കപ്പിളാണ് ഇവിടെ, പോയിന്റിലോടോ UDLോ ഒന്നുമല്ല. കപ്പിൾ വരുന്ന കേസിൽ ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു വേരിയേഷൻ ഉണ്ട് നമ്മുടെ പ്രൊസീജിയറിന്. അത് നമുക്ക് ഇവിടെ ജസ്റ്റ് കാണാൻ സാധിക്കും, നന്നായിട്ട് കാണാം. MXX നമുക്ക് കണ്ടുപിടിക്കാം. MXX ഈസ് ഈക്വൽ ടു, ആദ്യത്തെ ലോഡ് ഏതാണ്, 180 ആണ് കപ്പിൾ തന്നിരിക്കുന്നത്. അപ്പോൾ 180 ആണ് പോയിന്റ് എയിലെ കപ്പിൾ പറയുന്നത്. അതിന് ജസ്റ്റ് നമ്മൾ സാധാരണ ഒരു പോയിന്റ് ലോഡായിരുന്നെങ്കിൽ, ഇപ്പൊ 180 കിലോ ന്യൂട്ടൺ പോയിന്റ് ലോഡായിരുന്നെങ്കിൽ 180 ഇൻറ്റു X എഴുതിയാണ്, എന്നാലേ നമുക്ക് മൊമെന്റ് കിട്ടത്തുള്ളായിരുന്നു. പക്ഷെ ഇവിടെ കപ്പിളാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റേസ് ടു 0 എന്ന് എഴുതണം. അതാണ് പ്രൊസീജിയർ. X റേസ് ടു 0 എന്താണ്, 1 ആണ്. അപ്പൊ നെറ്റ് എഫക്ട് എന്താണ്, 180 തന്നെ. അപ്പൊ പ്രത്യേകിച്ച് മാറ്റമൊന്നും അവിടെ വന്നിട്ടില്ല. ഇനി അത് ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നമ്മുടെ സെക്ഷന്റെ ഇടതുവശത്താണ്. സെക്ഷന്റെ ഇടതുവശത്ത് ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷന്റെ ഇടതുവശത്ത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. -300 ഇൻറ്റു എഴുതുകയാണ് X-3, കാരണം ഈ ദൂരം 3 ഉണ്ട്. ഇവിടുന്ന് ഇവിടം വരെ 3 ഉണ്ട്, ഇവിടുന്ന് ഇവിടം വരെ 3 മീറ്റർ ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ആസ് പെർ ദ ക്വസ്റ്റ്യൻ. അപ്പൊ കപ്പിൾ ആണെങ്കിൽ ഡിസ്റ്റൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണോ, വേണ്ട, ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നെറ്റ് എഫക്ട് 0 ആക്കാനായിട്ട് ഇങ്ങനെ അങ്ങ് കാണിക്കുക. ഓക്കെ, ഇനി അടുത്തതാരാണ്, 200 ഉണ്ട്. അയാൾ ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് +200 ഇൻറ്റു എന്താണ് വരിക, X-6 ദ ഹോൾ പവർ 0. അപ്പൊ ഇവിടെ നോക്കുക, ഇതൊക്കെ പോയിന്റിലോട് ആയിരുന്നെങ്കിൽ നമുക്ക് റേസ് ടു 0 എന്ന് എഴുതേണ്ട കാര്യമില്ലായിരുന്നു. പോയിന്റിലോട് ആയിരുന്നെങ്കിൽ, ഇത് കപ്പിളാണ്. കപ്പിൾ വരുന്ന കേസിൽ ആ ഡിസ്റ്റൻസ് കാണിച്ച റേസ് ടു 0 എന്ന് എഴുതണം. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ നമുക്ക് മിസ്റ്റേക്ക് വന്നാൽ ബാക്കിയെല്ലാം കയ്യിൽ പോകും. ഓക്കെ, നമുക്കിനി ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഫോർ ഇലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് EI ഇൻറ്റു d² by dx² ഈസ് ഈക്വൽ ടു, ഞാൻ എഴുതിയിട്ടെ. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് 180 ഇൻറ്റു X⁻0 -300 ഇൻറ്റു X-3 ദ ഹോൾ പവർ 0 പ്ലസ് 200 ക്ലോക്ക് വൈസ് പ്ലസ് ഇൻറ്റു X-6 ദ ഹോൾ പവർ 0 എന്ന് പറഞ്ഞു. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്, 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ആദ്യത്തെ തവണ ഇന്റഗ്രേറ്റ് ചെയ്താൽ dy/dx സ്ലോപ്പിന്റെ ടേം വരും. അതിന് ഒന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്താലും y എന്ന് മാറി വരും. അത് 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ആദ്യത്തെ തവണ ഇന്റഗ്രേറ്റ് ചെയ്യാം.
integrating first time to obtain slope. Integrate ചെയ്യാം ei into dy by dx, okay, is equal to 180 into x raised to 0 plus 1. Integration ചെയ്യാൻ പോവാണ്. 0 plus 1 divided by 0 plus 1, that is 1 itself. Okay, അപ്പോൾ നമുക്ക് ഇനിയും ഇതിവിടെ കാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ, 180 into x. അപ്പോൾ നമുക്കത് 180 into x എന്ന് കിടപ്പുണ്ട്. ശരി, നെക്സ്റ്റ് ടൈം minus 300 into x minus 3 the whole raised to 0 plus 1 divided by 0 plus 1. അങ്ങനെയാണല്ലോ വരിക. 0 plus 1 എന്താണ്? 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് എഴുതേണ്ട കാര്യമില്ല. ഇനി അടുത്തത് എന്താണ്? പ്ലസ് 200 into x minus 6 the whole raised to 1 by 1. അപ്പോൾ x minus 6 എന്ന് വരും. ഇനി നമ്മൾ മെക്കോളേഴ്സ് മെത്തേഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മെക്കോളേഴ്സ് മെത്തേഡ് ആകുമ്പോൾ ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് പ്ലസ് C1 നമ്മൾ ലാസ്റ്റ് എഴുതാൻ പാടില്ല. ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, പ്ലസ് C1. അപ്പൊ ആദ്യത്തെ സെക്ഷനകത്ത് ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് കൊണ്ടുവരണം. അതാണ് മെക്കോളേഴ്സ് മെത്തേഡിന്റെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇന്റഗ്രേറ്റിംഗ് ഫോർ ദ സെക്കൻഡ് ടൈം സോ ആസ് ടു ഒബ്റ്റെയിൻ ദ ഡിഫ്ലക്ഷൻ. ഓക്കെ, നമുക്കത് എഴുതാം. Now integrating second time to obtain deflection. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നും കൂടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ei into y is equal to 180 into x square by 2 plus c1x plus c2. അപ്പോൾ ലാസ്റ്റ് എഴുതേണ്ട ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് നമ്മൾ ആദ്യത്തെ സെഗ്മെന്റിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ എന്താണ്? മൈനസ് 300 into x minus 3 the whole square by 2. ഇനി ഒരു ടൈം കൂടെ ഉണ്ട്, പ്ലസ് 200 into x minus 6 the whole square divided by 2. ഓക്കെ, അപ്പോൾ ഇത്ര നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് എഴുതാം. ei into y is equal to 90x square plus c1x plus c2 minus 150 x minus 3 the whole square plus 100 x minus 6 the whole square. അപ്പോൾ നമുക്ക് ei into y ഇത്രയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? C1 C2 കണ്ടുപിടിക്കണം. അതാണ് ഇതിനകത്ത് ഇനി അടുത്ത എയിം എന്ന് പറയുന്നത്. അപ്പോൾ C1 C2 കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യമേ ഒരു കണ്ടീഷൻ പറഞ്ഞായിരുന്നു, ഫിക്സ് പോയിന്റിൽ ഡിഫ്ലക്ഷനും സ്ലോപ്പും 0 ആണ്. ഫിക്സ് പോയിന്റിൽ. അപ്പോൾ ഫിക്സ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടം വരെയാണ് എക്സ് എടുത്തിരിക്കുന്നത്. സോ അറ്റ് ഫിക്സ് പോയിന്റ് എക്സ് ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് പോയിന്റ് എ ആണത്. ആ കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ പോയിന്റ് എ ആണ്. ഓക്കെ, അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്താണ്? ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 0. സ്ലോപ്പ് ഈക്വൽ ടു 0 അറ്റ് എ. ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 0. അതാണ് നമ്മൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഡിഫ്ലക്ഷൻ നമ്മൾ കാണിക്കുന്ന ടൈം y വെച്ചും സ്ലോപ്പ് dy ബൈ dx വെച്ചാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് സെഗ്മെന്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്? ഫസ്റ്റ് സെഗ്മെന്റേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ei into 0 ഈസ് ഈക്വൽ ടു dy ബൈ dx 0. അപ്പോഴും ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് 180 into 0 180 into 0 പ്ലസ് c1. അപ്പൊ ഇത്രയും നമുക്ക് വന്ന് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ രണ്ട് സെഗ്മെന്റ് ഞാൻ എടുത്തില്ല? കാരണം എ എന്ന് പറഞ്ഞത് ഫസ്റ്റ് സെഗ്മെന്റിനകത്താണ് വരുന്നത്.
അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ട് മാത്രം എടുത്താൽ മതി. അപ്പൊ ഇത് എന്താണ് ചെയ്യാൻ പോകുന്നത്, C1 ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, കാൻഡിലിവറിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് C1 C2 0 ആയിരിക്കും. 99.9% അതിനുള്ള സാധ്യതകളാണ് കാണുന്നുള്ളൂ. അപ്പോൾ കാൻഡിലിവർ ആണെങ്കിൽ C1 C2 0 വരും. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ C2 ആയിരിക്കും 0 വരുന്നത്. അപ്പോൾ അതൊന്ന് നമ്മുടെ മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്കുള്ളത് ഇവിടെ C2 നമുക്ക് കണ്ടുപിടിക്കാം. C2 കണ്ടുപിടിക്കാനായിട്ട് ബൗണ്ടറി കണ്ടീഷൻ എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? C2 എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് സെഗ്മെന്റിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് ഈ പോയിന്റ് എ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ 0 കിട്ടുന്ന പോയിന്റ് ആണ്. അത് ഫസ്റ്റ് സെഗ്മെന്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ ഞാൻ കൊടുക്കുകയാണ്. x is equal to 0, y is equal to 0. ഇതാണ് എന്റെ ബൗണ്ടറി കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് കൊടുക്കാം 0 is equal to ഫസ്റ്റ് സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്യാം. 90 into 0 square plus C1 into 0 plus C2. അപ്പൊ അതിൽ നിന്ന് C2 is equal to 0 കിട്ടും. C1 ഉം C2 നമുക്ക് 0 വന്നു. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ശരിക്കും ഓർത്തിരിക്കുക. C1 C2 കണ്ടുപിടിക്കുക, അതായിരുന്നു നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡിഫ്ലക്ഷൻസ് അറ്റ് ആദ്യം നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് അറ്റ് എ നോക്കാം. സ്ലോപ്പ് അറ്റ് എ കോമ ബി കോമ സി കോമ ഡി അത് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താണ്? ഇവിടെ കടന്നാണ് ഇക്വേഷൻ. അതിൽ നിന്ന് ഞാൻ സ്ലോപ്പിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതാൻ പോവാണ്. dy by dx is equal to 1 divided by ei. ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതാം. 180 into x പ്ലസ് C1 ന്റെ വാല്യൂ എന്താ കിട്ടിയ 0. ഇനി അത് എഴുതണ്ട കേട്ടോ. മൈനസ് 300 into x minus 3 plus 200 into x minus 6. 200 into x minus 6. അപ്പൊ അത്രയും വന്നിട്ടുണ്ട്. ശരി, അപ്പോൾ ഇവിടെ ഞാൻ dy by dx at a ഒന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞായിരുന്നു ഫിക്സ് പോയിന്റ് 0 ആണെന്ന്. ശരിയാണോ എന്ന് നോക്കാം. a കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന കണ്ടീഷൻ എന്താണ്? ഇംപ്ലൈസ് x ഈക്വൽ ടു 0 അറ്റ് ദാറ്റ് പോയിന്റ്. x is equal to 0 ആണ്. കാരണം x എയിൽ നിന്നുമാണ് സെക്ഷൻ വരെ കൂടി പോകുന്നത്, അല്ലെങ്കിൽ d എന്ന് പറഞ്ഞ പോയിന്റ് വരെ കൂടി പോകുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ 0 കിട്ടുന്നത് a എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അപ്പൊ സ്ലോപ്പ് അറ്റ് a കണ്ടുപിടിക്കണമെങ്കിൽ x ഈക്വൽ ടു 0 എന്ന് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു 1 divided by ei. യുടെ വാല്യൂ നമുക്കറിയാം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 90,000 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 90,000 ഇൻറ്റു നമുക്ക് ഇതിനകത്ത് ഏത് സെഗ്മെന്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്? ഫസ്റ്റ് സെഗ്മെന്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആദ്യത്തെ സെഗ്മെന്റിലാണ് പോയിന്റ് എ ഉള്ളത്. അപ്പോൾ 180 into 0 എന്ന് വരും. അപ്പോൾ 0 ആണ് നമുക്ക് സ്ലോപ്പ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. 0 റേഡിയൻസ്. യൂണിറ്റിലും കുഴപ്പമില്ല, 0 ആയതുകൊണ്ട്. ഇനി നമുക്ക് dy by dx അറ്റ് ദ പോയിന്റ് ബി ആണ്. ബി എന്ന് പറഞ്ഞ പോയിന്റ്, ഓക്കെ, ഈ പോയിന്റ് ബി അത് എത്ര ദൂരം മാറിയാണ്? 3 മീറ്റർ മാറിയാണ് ഇരിക്കുന്നത്. x is equal to 3 എന്ന് നമ്മൾ കൊടുക്കണം. അപ്പൊ നമുക്ക് 300 കിലോ ന്യൂട്ടൺ. അപ്പൊ നമുക്ക് രണ്ട് ലോഡിന്റെ ഇത് കാണിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 divided by 90,000 into 180 into 3 minus 300 into 3 minus 3. ഓക്കെ, അപ്പൊ ഇത്രയും മാത്രം എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഇത് വരിക 180 into 3 എന്ന് പറയുമ്പോഴത്തേക്കും 540 വരും. 540 divided by 90,000 അത് നമുക്ക് വരിക 0.006 റേഡിയൻസ് എന്ന് നമുക്ക് വരുന്നുണ്ടായിരിക്കും. ഇനിയും സ്ലോപ്പ് dy by dx സ്ലോപ്പ് അറ്റ് c കണ്ടുപിടിക്കാം. സ്ലോപ്പ് അറ്റ് c ആണ് വേണ്ടത്. c എത്ര ദൂരം മാറിയാണ്? 6 മീറ്റർ മാറിയാണ് c ഉള്ളത്. അപ്പൊ x-ന് നമ്മൾ എന്ത് കൊടുക്കണം? x is equal to 6 കൊടുക്കണം. x equal to 6 കൊടുക്കാം. അപ്പൊ നമുക്ക് 1 by 1 by 90,000 into 180 into 6 180 into 6 minus 300 into 3 6 minus 3 വരും plus 200 into 0. അപ്പൊ നമുക്ക് x equal to 6 നമുക്ക് സ്ലോപ്പ് കിട്ടുന്നത്
180/90,000 0.002 എന്നാണ് നമുക്ക് അതിന്റെ ആൻസർ വരിക. 0.002 റേഡിയൻസ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഒരു പോയിന്റിലേയും കൂടെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുണ്ട്. Now we can write this thing. Slope at d, dy by dx at the point, ഏത് പോയിന്റിലാണ്? ഡി എന്ന് പറഞ്ഞ പോയിന്റിലാണ് വേണ്ടത്. ഡി എന്ന് പറഞ്ഞ പോയിന്റ് 3, 3, 6, 3, 9, 9 മീറ്റർ അവേ ആണ്. ഫ്രം എ ഇറ്റ് ഈസ് 9 മീറ്റർ അവേ. ഡി ഈസ് ലൈങ് അറ്റ് 9 മീറ്റർ അവേ. സോ എക്സ് ഈസ് ഈക്വൽ ടു 9 മീറ്റർ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വരിക ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എഴുതാം, 1/90,000 into 180 into 9, 180 into 9 minus 300 into 9 minus 3, that is equal to 6, plus 200 into 9 minus 6, that is equal to 3. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ വരിക 0.006 റേഡിയൻസ്. അഗൈൻ ഇറ്റ് ഈസ് കമ്മിങ് 0.006 റേഡിയൻസ്. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമുക്ക് സ്ലോപ്പ് കിട്ടുന്നത്. പോയിന്റ് എയിലും ബിയിലും സിയിലും ഡിയിലും എല്ലാ കപ്പിൾ പോയിന്റ്സിലെയും സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ സിമിലർ മെത്തേഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിഫ്ലക്ഷനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ അറിയാതെ വായിച്ചോ, ഒന്നും കൂടെ എഴുതാം. ഓക്കെ, നമുക്ക് C2 വാല്യൂ 0 ആണ് വന്നത്. C1 C2 0 ആയിരുന്നു. അപ്പൊ നമുക്ക് y യുടെ ഇക്വേഷൻ നമുക്ക് വരിക y is equal to 1 divided by EI into 90x square plus C1 0 plus C2 0 minus 150 into x minus 3 the whole square plus 100 into x minus 6 the whole square. അപ്പോൾ നമുക്ക് ഇത്രയായിരുന്നു നമുക്ക് ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ വന്നിരുന്നത്. ഇതിനകത്ത് ഡിഫ്ലക്ഷൻ y at a കാണാം. y at a is equal to 1 divided by 90,000 into 90 into 0 square. അത്രേ നമുക്ക് വരത്തുള്ളൂ. 90 into 0 സ്ക്വയർ. ഫസ്റ്റ് ടൈം മാത്രം കൺസിഡർ ചെയ്യുക, കാരണം പോയിന്റ് ഫസ്റ്റ് സെക്ഷനിലാണ്. അവിടുത്തെ ലോഡ് ഉള്ളത് 180 മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആൻസർ വരിക 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ഡിഫ്ലക്ഷൻ അറ്റ് ഫിക്സ് പോയിന്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ പറയുന്നു. ഇനി y അറ്റ് b നമുക്ക് കണ്ടുപിടിക്കാം. y അറ്റ് b കാണണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? x ഈസ് ഈക്വൽ ടു 3 മീറ്റർ ആണ് നമ്മൾക്ക് കൊടുക്കാനുള്ളത്. എക്സ് ഈസ് ഈക്വൽ ടു 3 മീറ്റർ ആണ് അവിടെ കൊടുക്കേണ്ടത്. അത് 1 ഡിവൈഡഡ് ബൈ 90,000 ഇൻറ്റു 90 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 150 ഇൻറ്റു 3 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. ഇത്രയും മാത്രം എടുത്താൽ മതി. കണ്ടോ, ഇവിടെ വരെയുള്ള ഈ രണ്ട് ലോഡിന്റെ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പൊ നമുക്കിത് വരിക, ഈ ടേം 0 ആയിട്ട് പൊക്കോളും. ഇതിന്റെ ആൻസർ വരിക ഡിഫ്ലക്ഷൻ അറ്റ് ബി നമുക്ക് കിട്ടുക 9 mm എന്ന് വരും. ചെയ്യുമ്പോൾ 9 ഇൻറ്റു 10⁻³ മീറ്റർ എന്നാ വരിക. അതിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക, 9 mm ആണ് വരിക. ഓക്കെ, ഇനി സിമിലർലി ഡിഫ്ലക്ഷൻ അറ്റ് സി കണ്ടുപിടിക്കണം. സി എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് ഈസ് ഈക്വൽ ടു 6 മീറ്റർ ആണ് നമുക്ക് വരിക. എക്സ് ഈസ് ഈക്വൽ ടു 6 മീറ്ററിലെ കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 90,000 ഇൻറ്റു 90 ഇൻറ്റു 6 സ്ക്വയർ minus 150 into 3 square minus 100 into 6 minus 6 minus 6 0. അപ്പോൾ നമുക്ക് എന്ത് വരും ആൻസർ? ഇത് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ നമുക്ക് വരിക 21 mm എന്നാണ് നമുക്ക് വരിക, 21 mm. ഇനി സിമിലർലി y അറ്റ് d കാണാൻ x ഈക്വൽ ടു 9 മീറ്ററിലാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ നമുക്ക് വരിക, ഇപ്പൊ നമുക്ക് ഈ എക്സ് കാണുന്നിടത്ത് എന്തിട്ട് കൊടുക്കണം? 9 എന്നിട്ട് കൊടുക്കണം. അപ്പൊ ഡിഫ്ലക്ഷൻ അറ്റ് ഡി വരും. അപ്പൊ നമുക്ക് വരിക 31 mm വരും. ഓക്കെ, നമുക്ക് അങ്ങനെയാണത് ചെയ്യാൻ സാധിക്കുന്നത്. ഡിഫ്ലക്ഷൻ അറ്റ് സി ഈസ് ഈക്വൽ ടു 90 ഇൻറ്റു 6 സ്ക്വയർ മൈനസ് 150 ഇൻറ്റു 3 സ്ക്വയർ ഓക്കെ ഡിവൈഡഡ് ബൈ 21 mm. ഓക്കെ, ആൻസർ ഈസ് കറക്റ്റ്.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു കാൻഡിലിവർ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. വി ക്യാൻ സോൾവ് വൺ മോർ പ്രോബ്ലം ഫ്രം ദ കാൻഡിലിവർ വിച്ച് ഇൻക്ലൂഡ്സ് ദ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആസ് വെൽ ആസ് ദ point load or maybe 2 point loads. Okay, thank you.